വാർത്തയിലേക്ക് വിശദമായി. റഷ്യയിൽ കൂലിപ്പടയാളികളായ വാഗ്നർ സേനയുടെ അട്ടിമറി നീക്കം. മോസ്കോയ്ക്ക് അരികിലുള്ള ലിപ്സ്റ്റെക് പിടിച്ചെടുത്തു. റഷ്യൻ സൈന്യത്തോട് വിയോജിച്ച് യുക്രൈനിൽ നിന്ന് പിൻവാങ്ങിയാണ് വാഗ്നർ സംഘം റഷ്യൻ സേനയ്ക്ക് നേരെ കലാപത്തിന് ആഹ്വാനം നൽകിയത്. നേരത്തെ ദക്ഷിണ റഷ്യയിലെ റോസ്റ്റോവ് സൈനിക താവളം സംഘം പിടിച്ചെടുത്തിരുന്നു. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോസ്കോ വിട്ടതായ ചില അഭ്യൂഹങ്ങളും ഇതിനിടെ വന്നിരുന്നു. അതിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? എന്താണ് സാഹചര്യം? രേണുക, റഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെയും അവിശ്വസനീയമായ വാർത്തകൾ തന്നെയാണ്. റഷ്യ അതീവ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ക്രെംലിൻ കൊട്ടാരം വിട്ട് മോസ്കോയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. ഔദ്യോഗികമായി ഇപ്പോഴും ക്രെംലിൻ കൊട്ടാരത്തിൽ തന്നെ പുടിൻ ഉണ്ട് എന്നുള്ള വിശദീകരണമാണ് വരുന്നത്. അവിടെ നിന്ന് പുടിൻ്റെ ഒരു വിമാനം, പുടിന് ഒന്നിലേറെ വിമാനങ്ങളുണ്ട്, പ്രസിഡന്റ് സഞ്ചരിക്കുന്ന പ്രത്യേക വിമാനങ്ങളാണ്. അത് മോസ്കോയിൽ നിന്ന് പറന്നു പോയിരുന്നു. പക്ഷേ അതിൽ പുടിൻ ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും മോസ്കോയിലേക്ക് ഈ സേന നീങ്ങുന്നു, വിമതരുടെ പോരാളികൾ നീങ്ങുന്നു എന്നുള്ള ശക്തമായ വാർത്തകൾ കൂടി വരുന്നുണ്ട്. അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അവിടുത്തെ സൈന്യത്തിൻ്റെ സംരക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്, മോസ്കോയിലെ സംരക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വളരെ അനായാസമായ രീതിയിൽ തന്നെയാണ് വാഗ്നർ ഗ്രൂപ്പ് റഷ്യയുടെ ഒരു സൈനിക താവളം പിടിച്ചെടുത്തത്. റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ റഷ്യൻ പട്ടാളക്കാരോട് തോളോട് തോൾ ചേർന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അന്താരാഷ്ട്ര തലത്തിലടക്കം ഒരു തലത്തിലും യുദ്ധനീതിക്ക് നിരക്കാത്തതാണ് കൂലിപ്പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് പോയി യുദ്ധം ചെയ്യുക എന്നുള്ളത്. സ്വന്തം പട്ടാളത്തെ ഉപയോഗിക്കാതെ കൂലിപ്പട്ടാളത്തെ ഉപയോഗിക്കുക. അങ്ങനെ ഒരു കാലത്ത് പുടിൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെ വളർന്നു വന്നതാണ് ഈ ഗ്രൂപ്പ്. അവർ തന്നെയാണ് ഇപ്പോൾ പുടിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഫലത്തിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെയാണ് അവർ കലാപം ഉയർത്തുന്നതെങ്കിലും സൈന്യത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവർ നടത്തുന്നത് എന്നാണ് വാഗ്നർ ഗ്രൂപ്പ് പ്രധാനമായും പറയുന്നത്. അല്ലാതെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമല്ല എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു രീതിയിലേക്ക് മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. കാരണം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക താവളം കൂടിയാണ് അവരിപ്പോൾ വാഗ്നർ ഗ്രൂപ്പിൻ്റെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത്. തെക്കൻ റഷ്യയിലെ റോസ്റ്റോവ് എന്ന സൈനിക കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വാഗ്നർ ഗ്രൂപ്പിനാണ്. ഈ താവളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, യുക്രൈനുമായി ഏതെങ്കിലും തരത്തിൽ യുദ്ധം തുടരണമോ, യുക്രൈനിൽ ഏതെങ്കിലും തരത്തിൽ സൈനിക നീക്കം നടത്തുകയോ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന, അല്ലെങ്കിൽ നിർണായകമായ ജിയോളജിക്കൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിൻ്റെ നിയന്ത്രണമാണ് ഇപ്പോൾ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമായും വാഗ്നർ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം, വാഗ്നർ ഗ്രൂപ്പിന്റെ കൂലിപ്പടയാളികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് റഷ്യൻ പട്ടാളത്തിന്റെ മിസൈലുകൾ വന്നു പതിച്ചു. 100 കണക്കിന് വരുന്ന വാഗ്നർ ഗ്രൂപ്പിലെ പടയാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ചിത്രങ്ങൾ സഹിതമാണ്, അവരുടെ ശവം കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ഇവർ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റഷ്യയിൽ ഇപ്പോൾ പുടിന് പൂർണ്ണമായും സുരക്ഷിതനാണ്, അല്ലെങ്കിൽ പുടിന്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും റഷ്യ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതിനിടയ്ക്ക് സ്ഥിരീകരിക്കാത്ത മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. സൈന്യത്തിലെ ഒരു വിഭാഗം കൂടി ഈ റഷ്യൻ സേനയ്ക്കുള്ളിൽ തന്നെ ചില ഭിന്നതകളുണ്ട്. അവർ വാഗ്നർ ഗ്രൂപ്പിന് പരോക്ഷമായ സഹായം ചെയ്തു കൊടുത്തു. റോസ്റ്റോവ് സൈനിക താവളം പിടിച്ചെടുത്തതിൽ കാര്യമായ ഏറ്റുമുട്ടലുകൾ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാതെ ഒരു സൈനിക താവളം റഷ്യൻ സേനയുടെ ഭാഗം കൂടിയായ, അല്ലെങ്കിൽ റഷ്യൻ സേനയോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുന്ന വാഗ്നർ ഗ്രൂപ്പ് പിടിച്ചെടുക്കുമ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സൈന്യത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ജനിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ്. കിരൺ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ വാഗ്നർ സംഘം എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് അവർ പറയുന്നുണ്ടോ? മോസ്കോയ്ക്ക് അരികിലുള്ള ലിപ്സ്റ്റിക് പിടിച്ചെടുത്തു എന്ന വിവരം വരുന്നു. മോസ്കോ തന്നെയാണോ ലക്ഷ്യമിടുന്നത്? അട്ടിമറിക്ക് ശ്രമിക്കില്ല എന്ന തരത്തിൽ പറഞ്ഞതായുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ നിലപാട് മാറുന്നുണ്ടോ? ഒരു അട്ടിമറി ശ്രമത്തിന് തന്നെയാണോ വാഗ്നർ സംഘം ശ്രമിക്കുന്നത്? ഈ വാഗ്നർ ഗ്രൂപ്പിന്റെ മേധാവി യെവ്ഗിനി പ്രിഗോഷ് നേരത്തെ അദ്ദേഹം ഔദ്യോഗികമായി തന്നെ പറഞ്ഞത്, ഇത് ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നീക്കമല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്ന സൈനികരെ, റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്ന വാഗ്നർ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് നേരെ റഷ്യൻ സേന തന്നെ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് 100 കണക്കിന് വരുന്ന പടയാളികൾ മരിച്ചു വീഴേണ്ട അവസ്ഥയുണ്ടായി. അത് റഷ്യൻ പ്രതിരോധ മന്ത്രിക്കെതിരെ നടത്തുന്ന ഒരു നീക്കം എന്ന നിലയിലാണ് അദ്ദേഹം ഇത് പരസ്യമായി പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഏകദേശം 25,000
50,000-ഓളം വരും വാഗ്നർ ഗ്രൂപ്പിൻ്റെ പടയാളികളുടെ എണ്ണം. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ തടയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്, കനത്ത തിരിച്ചടി നേരിടും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ഒരു തരത്തിൽ റഷ്യൻ പട്ടാളം അല്ലെങ്കിൽ റഷ്യൻ സർക്കാർ വിളിച്ച കൂലിപ്പടയാളികൾ തന്നെയാണ് ഇപ്പോൾ റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അവർ അധികാരമാറ്റമല്ല അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കലല്ല ലക്ഷ്യമെന്ന് പരസ്യമായി പറയുമ്പോഴും റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെക്കൻ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ വിമത ഗ്രൂപ്പിന്റെ, വിമതർ എന്ന് തന്നെ പറയേണ്ടി വരും, കൂലിപ്പട്ടാളം എന്നതിനപ്പുറത്തേക്ക് അവരുടെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മോസ്കോയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് മോസ്കോയ്ക്ക് സമീപമുള്ള ഒരു ഗവർണർ തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ അവിടെ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. മോസ്കോയിൽ നിന്ന് വെറും 400 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. അപ്പോൾ മോസ്കോ ലക്ഷ്യമാക്കി തന്നെ നീങ്ങുന്നു എന്നാണോ അനുമാനം? രേണുക, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അനുമാനമുള്ളത്. മോസ്കോ ലക്ഷ്യമാക്കി തന്നെയാണ് ഇവർ നീങ്ങുന്നതെന്നും മോസ്കോയിൽ എന്തായാലും സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. മോസ്കോയിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം തകർത്തു എന്നതും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, മോസ്കോയിൽ നിന്ന് വാർത്തകൾ പുറത്തു വരണമെങ്കിൽ ഔദ്യോഗിക വാർത്താ ഏജൻസികളല്ലാതെയുള്ള മറ്റ് വാർത്താ ഏജൻസികൾക്കും മറ്റ് മാധ്യമങ്ങൾക്കടക്കം കടുത്ത നിയന്ത്രണമുള്ള സ്ഥലം കൂടിയാണ്. വാർത്തകൾ പുറത്തു വരാൻ സ്വാഭാവികമായും കാലതാമസം ഉണ്ടാവും. എന്തായാലും മോസ്കോയിലേക്കടക്കം ഇവർ നീങ്ങുന്നു എന്നുള്ള അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ്. കിരൺ, ഇപ്പോൾ തന്നെ ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം, അതിന്റെ കെടുതികൾ ലോകരാഷ്ട്രങ്ങൾ അനുഭവിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു നീക്കം സംബന്ധിച്ചുള്ള വാർത്തകളും ആഭ്യന്തരമായി സൈന്യത്തിനുള്ളിലെ ഭിന്നത സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത്. ഇതിനോട് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ ഈ നീക്കത്തെയും റഷ്യയിലെ സംഭവ വികാസങ്ങളെയും നോക്കിക്കാണുന്നത്? ഇപ്പോൾ സമീപ രാഷ്ട്രങ്ങൾ ചില സ്റ്റെപ്പുകൾ എടുക്കുന്നു എന്ന വാർത്ത വരുന്നു. ലാത്വിയ അവരുടെ ബോർഡർ അടച്ചിരിക്കുന്നു. നേരത്തെ തന്നെ യുക്രൈൻ വിഷയവുമായി ഒക്കെ കടുത്തപ്പോൾ വലിയ അഭയാർത്ഥി പ്രവാഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അടുത്തുള്ള നെയ്ബറിംഗ് കൺട്രീസ് ഇത്തരം സ്റ്റെപ്പുകൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രതികരണം ലോകരാഷ്ട്രങ്ങളുടെ, അയൽ രാജ്യങ്ങളുടേതുമൊക്കെ? രേണുക, ഇനിയും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ മറ്റ് രാജ്യങ്ങളുടേത് വരാനിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. റഷ്യയുടെ സ്ഥിതി ഈ രാജ്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്രൈനുമായി യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളാകെ റഷ്യയുടെ മറുചേരിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയും റഷ്യയുടെ മറുചേരിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫലത്തിൽ റഷ്യയ്ക്ക് അങ്ങനെ ഒരു ശക്തമായ പിന്തുണ നൽകേണ്ട റഷ്യൻ ചേരിയിൽ നിന്നിരുന്ന രാജ്യങ്ങളടക്കം ആ തരത്തിൽ ഒരു പിന്തുണ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലടക്കം നൽകിയിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഇന്ത്യ അടക്കം ആ കാര്യത്തിൽ നിലപാട് കൃത്യമായും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി മറ്റ് ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് നിൽക്കുന്ന പുടിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഒരു പതനമുണ്ടാവുകയാണെങ്കിൽ, പുടിനെതിരെ നീക്കം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും തന്നെ ഈ വിമത സേനയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും എല്ലാം പിന്തുണ ലഭിക്കാനുള്ള അല്ലെങ്കിൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ പ്രതികരണം ഏതെങ്കിലും തരത്തിൽ വിമത നീക്കം നടത്തിയാൽ അതിനെ രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കുമെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്ന പുടിൻ്റെ പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സൈനിക താവളം പിടിച്ചെടുത്തുവെന്നോ അല്ലെങ്കിൽ മോസ്കോയിലേക്ക് ഇവർ നീങ്ങുന്നു എന്ന തരത്തിലോ ഏതെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. റഷ്യൻ സേനയോ റഷ്യൻ ഔദ്യോഗിക കേന്ദ്രങ്ങളോ ഇതുവരെയും അത്തരമൊരു നീക്കം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളടക്കം വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മോസ്കോ തന്നെയാണ് ഈ വാഗ്നർ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. മോസ്കോയിലേക്ക് അവർ നീങ്ങുന്നുണ്ട്. അതിന് സൈന്യത്തിന്റെ ഒരു വിഭാഗത്തിന്റെ സഹായം ഉണ്ട് എന്നതുകൂടി സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് വരുന്നത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴും റഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ്. അവർ അടക്കം അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പൂർണ്ണമായ സ്ഥിരീകരണം ഇനിയും ലഭ്യമായിട്ടില്ല. ആകെ ആ സൈനിക താവളം പിടിച്ചെടുത്തു എന്നുള്ളതും അവിടുത്തെ ദൃശ്യങ്ങളിലാണ്. അവിടെ പൂർണ്ണമായും ഇവർ റോന്തിയിട്ടുകയും അവിടെ പട്ടാളം പുറത്തേക്കെല്ലാം ഇറങ്ങി നടക്കുകയും എല്ലാം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ മാത്രമാണ് സ്ഥിരീകരണമുള്ളത്. മോസ്കോയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സ്ഥിരീകരണമില്ലാത്ത വാർത്തകളുണ്ട്. പക്ഷേ അതിൽ ഒരു പരിധിവരെ ശരിയാണ് എന്ന് വേണം കരുതാൻ. കാരണം മോസ്കോയടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ റഷ്യൻ സേനയുടെ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. മോസ്കോയിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമടക്കം തകർക്കുകയോ അല്ലെങ്കിൽ അതുവഴി കടന്നു വരാൻ കഴിയാത്ത രീതിയിലേക്ക് ആ പാലത്തെ മാറ്റുകയോ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി, എന്തായാലും ഒരു കാലത്ത് പുടിന്റെ കടുത്ത അനുയായിയായിരുന്ന വ്യക്തിയിൽ നിന്ന് തന്നെയാണ് വലിയ വെല്ലുവിളി ഇപ്പോൾ നേരിടുന്നത്. പ്രസിഡന്റിന്റെ വിമാനങ്ങളിലൊന്ന് പറന്നുയർന്നു എന്ന വാർത്തകൾ വരുന്നു. മോസ്കോ വിട്ടു പുടിൻ എന്ന തരത്തിലുള്ള സൂചനകളുമാണ്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കാത്തതാണ്. വാഗ്നർ സംഘം എന്തായാലും ഇപ്പോൾ മോസ്കോ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്നതാണ് വിവരം. ആർ കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പതിറ്റാണ്ടുകളായി വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവാങ്ങി പ്രഗോഷിൻ.
പുടിന്റെ ഷെഫ് അഥവാ കുശിനിക്കാരൻ എന്നറിയപ്പെടുന്ന പ്രഗോഷിന്റെ കൂലിപ്പട്ടാളം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സജീവമാണ്. ഈ പ്രഗോഷൻ തന്നെ റഷ്യൻ സേനയ്ക്കെതിരെ പടനീക്കം നടത്തുന്നതാണ് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത്. സോവിയറ്റ് റഷ്യയിൽ പുടിന്റെ ജന്മദേശമായ സെന്റ് പീറ്റേഴ്സ്ബർഗ് തന്നെയാണ് പ്രിഗോഷിന്റെയും ജന്മനാട്. സോവിയറ്റ് യൂണിയന്റെ പുകൾപെറ്റ KGBയുടെ മിടുക്കനായ ഉദ്യോഗസ്ഥനായി പുടിൻ പേരെടുക്കുമ്പോൾ പ്രിഗോഷിൻ ജയിലിലാണ്. യൗവനകാലത്ത് പ്രിഗോഷിന്റെ മിടുക്ക് മോഷണത്തിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ ജയിൽ മോചിതനായ പ്രിഗോഷിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഹോട്ട് ഡോഗ് കച്ചവടക്കാരനായി. ചെറിയ കച്ചവടം പച്ചപിടിച്ചപ്പോൾ പിന്നെ ഹോട്ടൽ ശൃംഖലയിലേക്ക്. 90കളുടെ അവസാനം പുടിൻ റഷ്യൻ ഭരണത്തലപ്പത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ കച്ചവടത്തിൽ പ്രിഗോഷിനും വച്ചടിക്കയറ്റം. ആകസ്മികമായി പ്രിഗോഷിന്റെ ആഡംബര ഹോട്ടലെത്തിയപ്പോൾ പരിചയപ്പെട്ട ഇരുവരും പിന്നെ ഉറ്റ സുഹൃത്തുക്കളായി. അന്താരാഷ്ട്ര നേതാക്കൾ വിരുന്നിനെത്തുമ്പോൾ പുടിന്റെ അടുക്കള ചുമതല പ്രിഗോഷിനാണ്. 2014 പുടിന്റെ ആശീർവാദത്തോടെ സ്വകാര്യ സേനയ്ക്ക് പ്രിഗോഷിൻ രൂപം നൽകിയത്. സിറിയയിലും ലിബിയയിലുമെല്ലാം റഷ്യൻ സേനയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തനം. എന്നാൽ വാഗ്നറിന്റെ തനി സ്വരൂപം ആഫ്രിക്കയിലാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെയും സുഡാനിലെയും സ്വർണ്ണഖനികളുടെ കാവൽക്കാരാണ് വാഗ്നർ കൂലിപ്പട്ടാളം. അമേരിക്കൻ കമ്പനികൾക്ക് വരെ കാവൽ പ്രിഗോഷിന്റെ പടയാണ്. ഇതിനേക്കാളേറെ കൗതുകം വർഷങ്ങൾക്ക് മുമ്പിൽ റഷ്യയിൽ പ്രിഗോഷിൻ നേടിയ ഒരു കരാറാണ്. റഷ്യൻ സൈനികർക്ക് റേഷൻ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മോദി ഈജിപ്തിലെത്തിയത്. കെയ്റോയിലിറങ്ങിയ മോദിയെ ഈജിപ്ത് പ്രധാനമന്ത്രി മൊസ്തഫ മാദ്ബാലി സ്വീകരിച്ചു. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾക്കായാണ് പ്രധാനമന്ത്രി ഈജിപ്തിലെത്തിയത്. പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി ചർച്ച നടത്തും. പ്രധാനമന്ത്രി മാദ്ബാലിയുമായി വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുക്കും. 3 ദിവസത്തെ US സന്ദർശനത്തിന് പിന്നാലെയാണ് മോദി ഈജിപ്തിൽ എത്തിയത്. വ്യാജരേഖ ചമച്ച കേസിൽ കെ വിദ്യ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് റിപ്പോർട്ട്. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അട്ടപ്പാടി ചുരത്തിന് മുകളിൽ നിന്ന് കീറിക്കളഞ്ഞെന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ചുവെന്നും വിദ്യ പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട്. വ്യാജരേഖ കീറിയെറിഞ്ഞ സ്ഥലം കാണിച്ചു തരാമെന്നും വിദ്യ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചു. കർശന ഉപാധികളോടെയാണ് മണ്ണാർക്കാട് കോടതി ജാമ്യം അനുവദിച്ചത്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാക്കണമെന്നും സാക്ഷികളുമായി ബന്ധം പാടില്ലെന്നും കേരളം വിട്ടു പോകാൻ പാടില്ലെന്നും അടക്കമുള്ള ഉപാധികളോടെയാണ് ജാമ്യം. കാസർഗോഡ് കരിന്തലം കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ വിദ്യയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്യില്ല. നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ നീലേശ്വരം പോലീസ് നോട്ടീസ് നൽകി. സർട്ടിഫിക്കറ്റ് കേസിൽ SFI നേതാവ് തോമസിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി. കായംകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ SFI കായംകുളം മുൻ ഏരിയ പ്രസിഡന്റ് അബിൻ സി രാജ് 2ാം പ്രതിയാണ്. എറണാകുളത്ത് അബിൻ സി രാജ് നടത്തുന്ന ഓറിയോൺ എന്ന സ്ഥാപനം വഴിയാണ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത്. നിഖിലിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. നിഖിൽ തോമസ് നേരത്തെ അറസ്റ്റിലായത് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നുമായിരുന്നു. കായംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘമാണ് നിഖിലിനെ പിടികൂടിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിഖിലിന് നൽകിയത് കായംകുളം SFI മുൻ ഏരിയ സെക്രട്ടറി അബിൻ രാജാണെന്ന് നിഖിൽ പോലീസിനോട് സമ്മതിച്ചു. MC റോഡ് കേന്ദ്രീകരിച്ചുള്ള വ്യാപക തിരച്ചിലിൽ പുലർച്ചെ 2 മണിയോടെയാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നിഖിൽ പോലീസിന്റെ പിടിയിലായത്. രാത്രി 8ഓടെ കോഴിക്കോട് നിന്ന് തിരിച്ച ബസ്സിൽ നിഖിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് അടൂർ, തിരുവല്ല, കോട്ടയം എന്നിവിടങ്ങളിൽ ഓരോ ബസ്സും നിർത്തി പരിശോധിച്ചു. കൊട്ടാരക്കരയിലെത്തിയ ശേഷം കീഴടങ്ങാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു നിഖിൽ. കയ്യിലെ പണം മുഴുവൻ തീർന്നിരുന്നു. കോട്ടയത്ത് നിന്നും കായംകുളത്തെത്തിച്ച നിഖിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സർട്ടിഫിക്കറ്റ് തനിക്ക് തരപ്പെടുത്തി തന്നത് മുൻ SFI കായംകുളം ഏരിയ പ്രസിഡന്റ് അബിൻ രാജാണെന്ന് വ്യക്തമാക്കിയത്. കൊച്ചിയിലെ വിദേശ മാൻ പവർ ഏജൻസിയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത്. ഇതിനായി 2 ലക്ഷം രൂപ നൽകിയതായും പറഞ്ഞു. അബിനിപ്പോൾ മാലിദ്വീപിൽ സർക്കാർ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. കേസിൽ അബിനെയും പ്രതി ചേർക്കും. തന്റെ മൊബൈൽ ഫോൺ ഓടയിൽ എറിഞ്ഞു കളഞ്ഞെന്നാണ് നിഖിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. വ്യാജരേഖ ചമച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ്
നിഖിലിനെതിരെ കായംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. നിഖിൽ തോമസ് വ്യാജരേഖകൾ നൽകി കോളേജിൽ അഡ്മിഷൻ നേടിയതിൽ കോളേജിനും അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഒരേ സമയം 2 സർവകലാശാലകളിൽ എങ്ങനെ പഠിക്കുമെന്ന് അവർ ആലോചിച്ചില്ല. സംഭവത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ 3 വർഷം പഠിപ്പിച്ച ഒരു കുട്ടി പാസ്സായോ തോറ്റോ പിന്നെ അതേ സമയത്ത് അവനെ എങ്ങനെ വേറെ ഒരു സർവകലാശാലയിൽ പഠിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈക്വലൻസി സർട്ടിഫിക്കറ്റിൽ ഒരു വീഴ്ചയില്ല. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പരിശോധിക്കുന്നത് 2 സിലബസുകളും താരതമ്യം ചെയ്യാണ്. ഈ കുട്ടി പഠിച്ചു എന്ന് പറയുന്ന ആ സർവകലാശാലയുടെ സിലബസും നമ്മുടെ സർവകലാശാലയുടെ സിലബസും താരതമ്യം ചെയ്തിട്ട് സമാനതകൾ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈക്വലൻസി കൊടുക്കുന്നത്. അല്ലാതെ ഈ പ്രത്യേക വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് അവിടെ പരിശോധിക്കുന്നു. വാർത്തകൾ തുടരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആവശ്യമെങ്കിൽ മാറി നിൽക്കാമെന്ന് കെ സുധാകരൻ. പദവി മാറുന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അന്വേഷണം നേരിടുമെന്നും കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. KPCC അധ്യക്ഷന് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും രംഗത്തെത്തി. മോൻസൺ മാവങ്കൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കെ സുധാകരന്റെ അപ്രതീക്ഷിത പ്രതികരണം. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിന് നിൽക്കാൻ ഞാൻ തയ്യാറില്ല. കെ സുധാകരന്റെ ഈ പരാമർശം നേതാക്കൾക്കിടയിൽ സന്ദേഹമുണ്ടാക്കിയതിനു പിന്നാലെ പിന്തുണയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്ത് വന്നു. സുധാകരൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാനാണ് അറസ്റ്റെന്നും BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പിണറായിക്ക് ആവേശമില്ലെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കൊടുത്ത് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും കോടതി മുൻകൂർ ജാമ്യം കൊടുത്തൊരു കേസിൽ, അത് കൃത്യമായിട്ടും നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആവേശമൊന്നും BJP പ്രസിഡന്റ് കേസിൽപ്പെട്ടപ്പോൾ കണ്ടില്ലല്ലോ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന്. സുധാകരൻ മാറി നിൽക്കേണ്ടതില്ലെന്നും ചങ്ക് കൊടുത്തും സംരക്ഷിക്കുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയും UDFും കെ സുധാകരന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. ഒരു സംശയവും വേണ്ട. ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാനാണത് പറയുന്നത്. ഒരു സംശയവും വേണ്ട. ഒരുമിച്ചാണ് പാർട്ടി നിൽക്കുന്നത്. ഒരുമിച്ച് ഞങ്ങളുടെ ചങ്ക് കൊടുത്തും ഞങ്ങളുടെ KPCC പ്രസിഡന്റിനെ സംരക്ഷിക്കും. ഒരു സംശയം വേണ്ട. കെ സുധാകരനെതിരായ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പ്രതികരിച്ചപ്പോൾ സർക്കാരിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു കെ മുരളീധരൻ MPയുടെ വിമർശനം. പിണറായിയും ഗോവിന്ദ മാസ്റ്ററും വല്ലാതെ കഷ്ടപ്പെടുന്നു മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. കനത്ത രീതിയിലുള്ള തിരിച്ചടി ഭാവിയിൽ ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടും. ഭാവിയിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കൂട്ടർ സ്ഥിരമായിട്ട് അധികാരത്തിൽ ഇരിക്കില്ലല്ലോ. അധികാരത്തിന് ഇറങ്ങുമ്പോൾ ഇപ്പം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ നാളെ കണക്ക് പറയും. സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുന്നതിന് പുറമെ കെ സുധാകരനെതിരെ സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന പ്രചരണം ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. കണ്ണൂരിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് കാൾടെക്സ് ജംഗ്ഷനിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച്. പത്തനംതിട്ടയിൽ റോഡിൽ സ്ഥാപിച്ച ഡിവൈഡർ പ്രവർത്തകർ നശിപ്പിച്ചു. തുടർന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് നഗരത്തിൽ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. കെ സുധാകരനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയമോ സംഘടനാപരമായോ ഉള്ള പ്രശ്നത്തിന്റെ പേരിലല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തട്ടിപ്പ് കേസിലാണ് നടപടി. തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും നിയമത്തിന്റെ മുന്നിൽ വരും. സുധാകരൻ മാറി നിൽക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സാധാരണ രാഷ്ട്രീയ കേസ് പോലുമല്ല. അതിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ നിലപാടുകൾ ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്നവർ നിയമത്തിൻ്റെ മുമ്പിൽ വരണം എന്നാണ് പൊതുവായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ദിവസവും ചൂണ്ടിക്കാണിച്ചു തോന്നിയിരിക്കുന്നത്.
അവിടെ സുധാകരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ, അതും പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസല്ല, അത് തികച്ചും എല്ലാവർക്കും പറയുന്നത് പോലെ വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ഗൗരവമായ വിഷയമാണ് സുധാകരനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും മാറി നിൽക്കണമോ എന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. ആ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഗൗരവമുള്ളൊരു പ്രശ്നം ഉയർന്നു വന്നാൽ അത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അങ്ങനെ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ദൗർബല്യമായിട്ട് ജനങ്ങൾ വിലയിരുത്തും. ജാമ്യം ലഭിച്ച ശേഷം കണ്ണൂരിലെത്തിയ കെ സുധാകരന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ DCCയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. സുധാകരനെ ഹാരാർപ്പണം നടത്തിയും മുദ്രാവാക്യം വിളികളോടെയുമാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മോൻസൺ മാവുങ്കൽ. കെ സുധാകരന് പണം നൽകിയിട്ടില്ല. പീഡനാരോപണം ഉയർന്ന ദിവസങ്ങളിൽ സുധാകരൻ തന്റെ വീട്ടിൽ ഇല്ലായിരുന്നുവെന്നും മോൻസൺ മാവുങ്കൽ പറഞ്ഞു. സുധാകരൻ ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ നാടകങ്ങളല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സുധാകരൻ ഈ കേസുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ED ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഷോർട്ട്ലി നിങ്ങൾ അറിയും. വളരെ ഇല്ലില്ല, അതൊക്കെ പിന്നീട് ഞാൻ പറയാം. ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്തിട്ടുണ്ടോ കെ സുധാകരന്? ഇല്ല ഇല്ല ഇല്ല, സുധാകരന് വേണ്ടി യാതൊരു കെ സുധാകരന് പിന്തുണയുമായി നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. സ്ഥാനമൊഴിയാമെന്ന് സുധാകരൻ അറിയിച്ചതോടെ ഈ വിഷയത്തിലും ചർച്ചകൾ തുടരും. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ തുടർച്ചയായ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വ്യാപകമായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി പന്തംകൊളുത്തി പ്രകടനമടക്കം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നെങ്കിൽ ഇന്ന് പാർട്ടി നേതൃത്വം അപ്പാടെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും KPCC നേതൃത്വം ആഹ്വാനം ചെയ്തതനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ കരിദിനം ആചരിക്കുകയായിരുന്നു. സംയമനത്തോടെ മാത്രമേ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാവൂ എന്ന കൃത്യമായ നിർദ്ദേശം KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കെ സുധാകരന് അനുകൂലമായി പ്രതിഷേധ മാർച്ചുകളടക്കം സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും മുതിർന്ന നേതാക്കൾ അപ്പാടെ, അതായത് കെ സുധാകരൻ രാവിലെ വളരെ അപ്രതീക്ഷിതമായി താൻ വേണേ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടാമെന്ന പ്രസ്താവന നടത്തിയത് നേതാക്കൾക്കിടയിൽ പോലും വലിയ സന്ദേഹത്തിനാണ് വഴിവെച്ചത്. പക്ഷേ ആ പ്രസ്താവന നടത്തി അധികം വൈകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം അത് ദേശീയ നേതൃത്വത്തിൽ നിന്നായാൽ KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രതികരണം, അതായത് സുധാകരനെ ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല, സർക്കാർ പകപോക്കൽ നടത്തുകയാണ് എന്ന പരാമർശം കൃത്യമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയുടെ ജീവനാണ് കെ സുധാകരൻ, അദ്ദേഹത്തെ തങ്ങൾ എന്തു ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന കൃത്യമായ പ്രസ്താവനയുമായി VD സതീശൻ രംഗത്തെത്തുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, അദ്ദേഹത്തിന് പിന്നാലെ K മുരളീധരൻ, അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കെ സുധാകരന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർന്നങ്ങോട്ട് നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടുക എന്നൊരു തന്ത്രമാണ്, നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ പകപോക്കൽ രാഷ്ട്രീയം നടത്തുകയാണ് കെ സുധാകരനെതിരെ എന്നൊരു പ്രചരണം വ്യാപകമായി അഴിച്ചുവിടുന്നതിനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ ഇടയുള്ളത്.
ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് എത്താം എന്റെ വേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. +1 ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ നടത്തിപ്പിൽ ഇളവ് അനുവദിച്ച് സർക്കാർ. ഈ പരീക്ഷകൾ കഴിഞ്ഞ വർഷത്തേതുപോലെ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1 ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകളുടെ നടത്തിപ്പ് രീതി മാറ്റിയത് സർക്കാർ പുനഃപരിശോധിക്കുകയും ചെയ്യും. ഇന്ന് ചേർന്ന QIP യോഗത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതി പരിഗണിച്ച് ഈ വർഷം മാത്രമാണ് ഇളവ് അനുവദിച്ചത്. അടുത്ത വർഷം മുതൽ +1 ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾ 2ാം വാർഷിക പരീക്ഷയോട് ഒപ്പമായിരിക്കും നടക്കുക. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിന് സമീപം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയത്. കേരളത്തിൽ കാലവർഷം ശക്തമാകാനും സാധ്യതയുണ്ട്. നാളെ മുതൽ 28 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. എറണാകുളം സ്വദേശി ലിജോ ആണ് മരിച്ചത്. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ കളത്തക്കടവിലാണ് ലിജോയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ ലിജോയുടെ മാതൃസഹോദരൻ ജോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട ലിജോയും ജോസും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കി പച്ചക്കറി വില കുതിക്കുന്നു. ഓരോ ദിവസവും തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, ഇഞ്ചി എന്നിവയ്ക്കൊക്കെ 10ഉം 20ഉം രൂപ വീതമാണ് കൂടുന്നത്. മറ്റു പച്ചക്കറികളുടെ വിലയും കുതിക്കുകയാണ്. തോന്നും പോലെയാണ് വിപണിയിലെ വില. ഒരേ സാധനത്തിന് ഒരേ മാർക്കറ്റിൽ തന്നെ പല വില. ഉദാഹരണത്തിന് പയർ. ഒരാഴ്ച മുൻപ് വരെ നാടൻ പയറിന് 70ഉം മൈസൂർ പയറിന് 50ഉം കട്ടപ്പന പയറിന് 60ഉമായിരുന്നു. അതിപ്പോൾ 80, 90, 100 ഇങ്ങനെ വില പറക്കുകയാണ്. ഉൽപാദനം കുറവാണ് ഒന്ന്. രണ്ടാമത് സ്കൂൾ തുറക്കുന്ന ടൈം സാധനങ്ങൾ ആൾക്കാർക്ക് ഒരുപാട് ആവശ്യമുണ്ട്. വരുമ്പോഴത്തേക്ക് ഉൽപാദനം കുറവാണ്. വരുമ്പോഴത്തേക്ക് വില കൂടും. കച്ചവടം എങ്ങനെയുണ്ട്? ആൾക്കാർ വില കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ള കച്ചവടം കുറവ് തന്നെയാണ്. തക്കാളി 60, ഇഞ്ചി 200, ബീൻസ് 120, ക്യാരറ്റ് 80, വെണ്ടയ്ക്ക 50, പച്ചമുളക് 95, ബീട്രൂട്ട് 50. ഒന്നിനുമില്ല ഒരു കുറവും. 1ഉം 2ഉം രൂപയുടെ വർധനയല്ല, ഇരട്ടിയും രണ്ടിരട്ടിയും അതിലുമേറെയും വില കൂടുന്നു. റോക്കറ്റ് പോലെ വില കുതിക്കുമ്പോൾ തളർന്നിരിക്കുകയാണ് ജനം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ. നല്ല കൂടുതലാണ്. നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ജീവിച്ച് മുമ്പോട്ട് എല്ലാത്തിനും വില കൂടുതലാണ്. ബസ്സിനായാലും ഓട്ടോയ്ക്കായാലും എന്തിനായാലും കയറുമ്പോൾ ചാർജ് കൂടുതലാണ്. ഒരു മാസം നേരത്തെ ഇപ്പോൾ ഇരട്ടിയാവുന്നുണ്ട്. ഓരോ ദിവസവും ഒരു 500 രൂപ എങ്കിലും കൊണ്ടുവന്നാൽ ഒന്നും ആവത്തില്ല. ട്രോളിംഗ് നിരോധനം, കുതിച്ചുയരുന്ന ചിക്കൻ വില, ഇതിനിടയിലാണ് സാധാരണക്കാരുടെ പോക്കറ്റ് കീറുന്ന പച്ചക്കറി വില വർധനയും. പെട്രോൾ, ഡീസൽ, പാചകവാതകം, എന്തിനേറെ പറയുന്നു വൈദ്യുതിയും വെള്ളക്കരവും വരെ വർദ്ധിപ്പിച്ചു. വില കൂട്ടുന്നതിൽ ആരും പിന്നിലല്ല. ഇനിയും ഏതറ്റം വരെ മുണ്ടുമുറുക്കണമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. സി വിനോദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം മൃഗശാല അധികൃതരെ വട്ടം ചുറ്റിച്ച് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങ്. 10 ദിവസമായിട്ടും കുരങ്ങ് താഴെ ഇറങ്ങിയിട്ടില്ല. ജാമ്യം കിട്ടിയ പ്രതി തിരിച്ചുവരാത്ത പോലത്തെ പരിപാടിയാണ് കുരങ്ങിൻ്റെത്. തുറന്നു കൂടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റി. അതേ മൃഗശാല ജീവനക്കാർ ചെയ്തുള്ളൂ. ഇപ്പോൾ മാനത്തും മരക്കൊമ്പിലും നോക്കി നടപ്പാണ് കുരങ്ങിനെ പിടിക്കാൻ. കുരങ്ങാകട്ടെ ബെയിൻസ് കോമ്പൗണ്ട്, മസ്കറ്റ് ഹോട്ടൽ വളപ്പ്, പബ്ലിക് ലൈബ്രറി എന്നിവിടങ്ങളിലായി ചുറ്റിക്കറങ്ങുകയാണ്. ഇതിനിടെ 2 തവണ മൃഗശാല വളപ്പിൽ പ്രവേശിച്ച ശേഷം ചാടിപ്പോയി. കൂടണയാനെത്തുന്ന കാക്കകൾക്ക് കുരങ്ങിനെ തീരെ പിടിക്കുന്നില്ല. മൃഗശാല ജീവനക്കാർ നൂലിൽ കെട്ടി പഴങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. തളിരിലകളും കുരങ്ങ് ഭക്ഷിക്കുന്നു. പെൺകുരങ്ങാണ് കൂട്ടിൽ നിന്നും ചാടിപ്പോയത്. സാധാരണ നിലയിൽ ഇണയെ വിട്ടുപോകാത്ത ഇനത്തിലെ കുരങ്ങ് വർഗത്തിൽപ്പെട്ടതാണിത്. പക്ഷേ എന്തുകൊണ്ടോ ഇണയുടെ അടുത്തേക്കും പോകുന്നില്ല. മനുഷ്യനായാലും കുരങ്ങായാലും സ്വാതന്ത്ര്യമാണല്ലോ വലുത്. ന്യൂസ് 18, തിരുവനന്തപുരം. സാധാരണ നാട്ടിൽ മഴ പെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കേരളത്തിൽ മഴ പെയ്യാൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കർഷകർ. എന്തിനാണ് ഇവരുടെ പ്രാർത്ഥനയെന്ന് നോക്കാം.
മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടി ഷട്ടറിലാണ് ഈ കാഴ്ച. തമിഴ്നാട് കമ്പം മേഖലയിലെ കർഷകരാണ് പ്രത്യേക പ്രാർത്ഥന നടത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ കൃഷി നടത്തുന്നത്. തേനി ജില്ലയിലെ 14,707 ഏക്കർ സ്ഥലത്ത് കൃഷി ആവശ്യത്തിനായി ജൂൺ 1 മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങിയിരുന്നു. സെക്കൻഡിൽ 200 ഘനയടി കൃഷിക്കും 100 ഘനയടി വൈദ്യുതി ഉൽപ്പാദനത്തിനുമാണ് കൊണ്ടുപോയത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം 130 അടിയായിരുന്ന അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്ന് 116.3 അടിയാണ്. ഇതോടെയാണ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് തമിഴ്നാട്ടിലെ കർഷകർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയത്. மழை கம்மியாக பெய்யறதுனால இன்னும் மழை அதிகமாக பெய்யணும்னு சேர்ந்து செய்யணும் என்று எல்லா மத சார்பாக சேர்ந்து எல்லா സംഘത്തെ சார்பாக இன்னைக்கு நாங்கள் அணையில் கூட்டு பிரார்த்தனை செய்திருக்கோம். വിവിധ മതാചാര പ്രകാരമാണ് പ്രാർത്ഥനകൾ നടത്തിയത്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന തേക്കടി ഷട്ടറിൽ ഒഴുക്കി. തമിഴ്നാട് തേനി മേഖലയിലെ 5 കർഷക സംഘടനാ പ്രതിനിധികളും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. തലസ്ഥാനത്ത് കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ കാരണം ജനം അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. പലയിടത്തും പുറത്തിറങ്ങാനാകാതെ വീട്ടുകാർ ബന്ധികളായ അവസ്ഥയാണ്. റോഡും കുഴികളും തിരിച്ചറിയാനാകാതെ അപകടത്തിൽപ്പെടുന്നവരും നിരവധി. വികസനത്തിന്റെ പേരിൽ ആരംഭിച്ച റോഡ് പണി വർഷങ്ങൾ പിന്നിട്ടതോടെ കാൽനടയാത്രക്കാർ പോലും ദുരിതത്തിലാണ്. ആദ്യം സീവേജ് പൈപ്പ്, പിന്നെ കുടിവെള്ള പൈപ്പ്, ഇപ്പോൾ KCBയുടെ ലൈൻ മാറ്റൽ. ഇതെല്ലാം കഴിയുമ്പോൾ റോഡുകൾ ഏകദേശം ഈ ഗതിയായി മാറും. തലസ്ഥാനത്തെ ഇഴഞ്ഞു നീങ്ങുന്ന വികസനം ജനങ്ങൾക്കൊരു പണിയായി മാറിയിരിക്കുകയാണ്. പറയാൻ വരുന്നത് കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളുടെ കഥയാണ്. മെഡിക്കൽ കോളേജിന് പിന്നിൽ മഞ്ചാടി മുതൽ കുഞ്ചുവീട് നഗറും അതും കഴിഞ്ഞ് പൂന്തി റോഡ് വരെയുള്ള റോഡ് പൊളിച്ചിട്ട് 4 വർഷമായി. 2019 സീവേജ് പൈപ്പിടാനാണ് ആദ്യം കുഴിയെടുത്തത്. പിന്നെ കൊറോണ കാലം വന്നു, മഴ വന്നു, വെയിൽ വന്നു. കഴിഞ്ഞുപോയ വർഷങ്ങൾ സമ്മാനിച്ച ദുരിതം ചെറുതല്ല. മഴ പെയ്താൽ ഇതിലെ പോകാൻ നോക്കൂല, വെള്ളം തന്നെ. സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇപ്പം അവിടെ വരണം. കാരണം ഇത് വണ്ടി വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ എല്ലാവരും ജംഗ്ഷനിൽ നിന്ന് മഴ സമയമാകുമ്പോൾ കുട്ടികളെ എടുത്തോണ്ടാ പോകുന്നത്. പാട്. പിന്നെ ഇവിടെ ക്രാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ RCC പേഷ്യൻസിനുള്ള. അപ്പൊ അവർക്ക് ഓട്ടോ വരില്ല, അവർ ഓട്ടോ മെയിൻ റോഡിൽ നിർത്തിയിട്ട് അങ്ങനെ വരും. പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഇതുവഴി നടന്നു പോകാൻ പറ്റൂല. കാരണം മനുഷ്യന്മാർക്ക് പോകാനും പറ്റൂല, വണ്ടിക്കും പോകാൻ പറ്റൂല. ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർ പയ്യന്മാരാണ് അവരെ ഇക്കരെ നിന്ന് പിടിച്ച് അക്കരോട്ട് കൊണ്ടുവിടുന്നത്. ആ ഒരു അവസ്ഥയാണ്. ചേട്ടാ പടിഞ്ഞാറ്റിലൊന്ന് പോവോ? ഇല്ല പറ്റില്ല. ചേട്ടാ അത്രയും കുണ്ടും കുഴിയല്ലേ, നടുപടിയെന്ന് പോകാൻ പറ്റില്ല. ഇതാണ് കുമാരപുരത്തിനടുത്തുള്ള പടിഞ്ഞാറ്റ ലൈൻ. തകർന്ന് തരിപ്പണമായിട്ട് വർഷം 4. ഓട്ടോ പോലും വരാൻ മടിക്കുന്ന ഈ റോഡിൽ സർക്കസ് പഠിച്ചാലേ യാത്ര ചെയ്യാനാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഇതുവരെ ശരിയാക്കി തരുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. താഴെ കൗൺസിലറൊക്കെ വരും, അവിടെ ഓരോരുത്തർ ചെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ശരിയാവും. ഈ പറയണല്ലാതെ ഇതുവരെ നടന്നിട്ടില്ല. ഈ മഴ പെയ്ത് കഴിഞ്ഞാണല്ലോ ഭയങ്കര സംഭവമാണ്. കാര്യം മഴ പെയ്തത് മൊത്തം വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുന്ന കൊച്ചുകുട്ടികളെ മറ്റേ 2 വീലറിലൊക്കെയാണ് കൊണ്ടുപോകണത്. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകണം. ആ പോകുന്ന സമയത്ത് തന്നെ എത്രയോ കുട്ടികൾ കൊണ്ടുപോകും. അതായത് ഈ അപ്പുറത്തെ റോഡ് അമൃതശങ്കർ റോഡ് അവിടെ ഇതാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ഇറങ്ങി വരാനും പറ്റില്ല, കയറി പോകാനും പറ്റില്ല, ഒരു സ്കൂളിന് പോകാൻ പറ്റില്ല, ഒരു വണ്ടിയുടെ സസ്പെൻഷനും എല്ലാം പോയി കിടക്കുകയാണ്. നവീകരണം കാത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത റോഡുകൾ ഇനിയും തലസ്ഥാനത്തുണ്ട്. കൂടാതെ സ്മാർട്ടാകാത്ത റോഡുകൾ വേറെയും. പരാതി പറഞ്ഞ് ഒടുവിൽ നാട്ടുകാരും മടുത്തു. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യ G20 പ്രസിഡൻസി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇൻഡോ അറബ് എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. UAE-യിലും ഇന്ത്യയിലുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ സംരംഭകർക്കാണ് പുരസ്കാരം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ കേന്ദ്രമന്ത്രി രാംദാസ് അത്തിവാല പുരസ്കാരദാന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു.
ആയുർവേദം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ 24 സംരംഭകരാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. സന്തോഷ് ഫാർമസിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ കെ വേലായുധന് ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അവാദ് സഗായർ അൽ കെത്ബി പുരസ്കാരം സമ്മാനിച്ചു. തൊഴിൽ മന്ത്രി രഘുറാം സിംഗ്, മാർഗണി ഭരത് MP, ക്യൂബൻ ട്രേഡ് കമ്മീഷണർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ബാഴ്സലോണിയ കോൺസിൽ ഡോക്ടർ KJ പുരുഷോത്തമൻ, മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, തിരുവിതാംകൂർ രാജകുടുംബാംഗം മാർത്താണ്ഡ വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം